2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ വരാനിരിക്കുകയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ, അതായത് 2020, 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൻ്റെ തലസ്ഥാനവും സംസ്കാര രാഷ്ട്രീയ ചലനങ്ങളുടെ കേന്ദ്രവുമായ തിരുവനന്തപുരം 2020 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും ജനമനസ്സിൻ്റെ ശബ്ദവുമെല്ലാം ഇവിടെ വ്യക്തമായി പ്രതിഫലിച്ചു. 2020 ഡിസംബർ കോവിഡ് പ്രതിസന്ധിക്ക് നടുവിൽ നടന്ന തിരഞ്ഞെടുപ്പ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എല്ലാം ചേർന്ന് വലിയ പോരാട്ടങ്ങൾ അരങ്ങേറി. മുൻനിരയിൽ 3 രാഷ്ട്രീയ മുന്നണികൾ: LDF, UDF, BJP. തിരുവനന്തപുരത്തെ ഹാർട്ട് ഓഫ് ദി സിറ്റി കോർപ്പറേഷൻ, ഇവിടെ വീണ്ടും LDF ആണ് ഭൂരിപക്ഷം ഉറപ്പിച്ചത്. BJP ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് വന്നപ്പോൾ UDF 3-ാം സ്ഥാനത്ത് തുടർന്നു. ചില പ്രധാന വാർഡുകളിൽ മൂവർക്കും തമ്മിൽ കനത്ത പോരാട്ടമുണ്ടായതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മേഖലയിലും LDF ആധിപത്യം വ്യക്തമായിരുന്നു. എങ്കിലും ചില പഞ്ചായത്തുകളിൽ കഠിനമായ പോരാട്ടത്തിന് ശേഷം UDF നേട്ടങ്ങൾ കരസ്ഥമാക്കി. നഗരപ്രദേശങ്ങളിലും അതിരുകളിലുമായി BJP ശ്രദ്ധേയമായ സാന്നിധ്യം പതിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിലും ഇടതുമുന്നണി ഭൂരിപക്ഷം നേടി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDFയുടെ തുടർച്ചയായ ആധിപത്യം ജില്ലയിൽ സമഗ്രമായ ഭരണശക്തി അവർക്ക് സമ്മാനിച്ചു. 2020, 2015 ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ വിവിധ മുന്നണികളുടെ സീറ്റുകൾ പരിശോധിച്ചാൽ 2-ലും LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. 2015 73 ഗ്രാമപഞ്ചായത്തുകളിൽ 50 പഞ്ചായത്തുകളിൽ LDF ഭരണം പിടിച്ചെടുത്തെങ്കിൽ UDFന് 19, NDAക്ക് 4 കിട്ടിയത്. 2020 പോകുമ്പോൾ LDF 50-ൽ നിന്നും 51 എന്ന രീതിക്ക് നില മെച്ചപ്പെടുത്തിയപ്പോൾ UDFന് 5 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടമായി. എന്നാൽ NDAക്ക് 2015 നേട്ടം 2020 തുടരാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ കാര്യത്തിലും LDFന് അവരുടെ മേൽക്കോയ്മ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 2015 നിന്ന് 2020 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല വാർഡുകളിലും NDAയുടെ വ്യക്തമായ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും 4 മുനിസിപ്പാലിറ്റികളിലും LDF അവരുടെ ഭരണം ഉറപ്പിച്ചു. കോർപ്പറേഷൻ വാർഡുകളിൽ 2015 തിരഞ്ഞെടുപ്പിനേക്കാൾ 2020 തിരഞ്ഞെടുപ്പിൽ LDFന് കൂടുതൽ വാർഡുകൾ വിജയിക്കാൻ സാധിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വിജയത്തിൽ വ്യക്തമായ കുറവാണ് സംഭവിച്ചത്. എന്നാൽ BJPക്ക് അവരുടെ വിജയനില ഒരുപോലെ നിലനിർത്താൻ സാധിച്ചു. ഇതാണ് 2015, 2020 തെരഞ്ഞെടുപ്പുകളുടെ ട്രെൻഡ്. 2025 തിരഞ്ഞെടുപ്പിൽ എല്ലാവരും കൂടുതൽ ഉറ്റുനോക്കുന്നത് എപ്പോഴും പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ റിസൾട്ടാണ്. ഏത് മുന്നണി കോർപ്പറേഷൻ ഭരിക്കും? കഴിഞ്ഞ 2 തവണയും LDF ഭരിച്ച കോർപ്പറേഷൻ 2025 അവർ തന്നെ നേടുമോ? 3 മുന്നണികളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്നത്. ഭരണപക്ഷ വികാരമാണോ അതോ ഭരണപക്ഷ വിരുദ്ധതയാണോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.